വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അങ്ങനെ കാത്തിരുന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫൈനലി കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. എന്തായാലും ആശ്വാസമല്ലേ. ഓക്കെ, മിക്സ്ഡ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഞാൻ ഇന്ന് നാട്ടിലോട്ട് പോവാണ്. ഫോർ വാട്ട്? വെഡിങ് പർച്ചേസ് ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സാരി വാങ്ങാനും താലിമാല വാങ്ങാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലോട്ട് പോകണം. എൻ്റെ ഫിയാൻസിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ വരും. ആൻഡ് വി വിൽ ബി ഗോയിങ് ഫോർ ഷോപ്പിംഗ് അലോങ് വിത്ത് ദെം. And the P16 official celebrations are going to begin. I hope you all will be a part of it and will bless us all through this journey. I will be uploading all the vlogs back to back and updating you on the marriage things. So stay tuned and again welcome back to P16 Tales. Guys, ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സമ്മർ ഇസ് ഓൾറെഡി ഹിയർ. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റത്തില്ല. സോ ഐ ഹാവ് ചൂസൺ എ ടീഷർട്ട് ആൻഡ് എ പാൻറ്. സമയം 5:15. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ, മമ്മി, എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ ഒരു ചേട്ടൻ കസിൻ, ഞങ്ങളെല്ലാവരും കൂടെയാണ് നാട്ടിലോട്ട് പോകുന്നത്. ചെക്കൻ്റെ നാട് മലപ്പുറം. അപ്പം നമ്മൾ ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോകും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. സോ വി തോട്ട് വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ബ്ലെസ്സിങ്. സോ അതാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോണത്. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വി ആർ ഓൺ ദ വേ. രാവിലെ ഇറങ്ങിയപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. 9 മണിക്ക് ശേഷം നല്ല കട്ട വെയിലായിരുന്നു. കാറിലിരിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഇരിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഇതന്നെ. നമുക്ക് കാർ ഓടിക്കണ്ടല്ലോ, ബാക്കിലിരുന്ന് ഇങ്ങനെ വെറുതെ ചില്ല് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഞാനും അനിയനും ബാക്കിലിരിക്കും, മമ്മിയും മുന്നിലിരിക്കും. കാരണം ഞാനും അനിയനും മുന്നിലിരുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങും. സോ അതിന് മമ്മിയാണ് മുന്നിലിരിക്കാറ്. ഞാൻ ഈ ജോലി തിരക്ക് കാരണം എനിക്ക് ഒട്ടും ഒന്നിനും സമയമില്ല. അപ്പം നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ ഇടാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ വണ്ടിയുടെ സ്പീഡ് കാരണം അത് നടന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ തന്നെ ഞാൻ റൈസാണ് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പലാവ് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെ നേരെ വിട്ടു. ഓൾമോസ്റ്റ് ലൈക്ക് 9 hours ആൻഡ് സം 30 minutes ആയിരുന്നു ജേർണി. അപ്പം ഇറ്റ് വാസ് ഓൾ കൂൾ. നമ്മൾ ബണ്ടിപ്പൂർ നാഷണൽ ഫോറസ്റ്റ് ബണ്ടിപ്പൂർ ഫോറസ്റ്റ് അതിൻ്റെ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ദാറ്റ് വാസ് ദ വേ ടു ഗോ. അപ്പം കാട്ടിൽ കയറിയപ്പം ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടിട്ട് വി വർ ലൈക്ക് ഓക്കെ, പുലി വരും, അങ്ങനെയൊക്കെ വരും, ആനയൊക്കെ വരുമെന്ന്. ബട്ട് ദെൻ ആനേനെ കണ്ടു, പക്ഷേ പുലീനൊന്നും കാണാൻ പറ്റിയില്ല. ആനേനെ കണ്ടു. എൻ്റെ അനിയൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു, അതായത് കുരങ്ങേ, അവരെയും കുറേ കണ്ടു. ആൻഡ് ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തി ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി. വി തോട്ട് ഫാൻസി റെസ്റ്റോറൻറ്റാണ്, കുറേ ഫുഡ് കിട്ടുമെന്ന്. പക്ഷേ വി വെർ വെജ് ഓൺ ദാറ്റ് ഡേ. ആൻഡ് അവിടെ വെജിറ്റേറിയൻ ആയിട്ട് നമുക്ക് മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ അവിടുത്തെ റൈസ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അനിയന് അതിനേക്കാളും ബുദ്ധിമുട്ട്. പക്ഷേ അത് ആംബിയൻസ് ഓഫ് ദി ഹോട്ടൽ വാസ് സോ ഗുഡ്. ആ ഫുഡ് എങ്ങനെ കഴിച്ച് തീർത്തു എന്ന് തന്നെ അറിയില്ലായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് എൻജോയ്ഡ് ഇറ്റ്. And from there we left. From there again almost like 3 hours and some minutes. നമ്മൾ ഗുരുവായൂരിൽ എത്തുന്നതിന് മുന്നേ അച്ഛനും അമ്മയൊക്കെ അവിടെ എത്തി. നമുക്ക് റൂമൊക്കെ സെറ്റാക്കിയായിരുന്നു. അപ്പം ആസ് സൂൺ ആസ് വി വെൻറ്റ് കുളിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് നേരെ അമ്പലത്തിൽ വന്നു. ബിക്കോസ് ഈവനിങ് 7:30 കഴിഞ്ഞിട്ട് അവർ ആ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിനകത്ത് കയറണം. അപ്പോൾ അമ്മ കുറച്ച് നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പട്ടിൽ ഒരു സിൽവർ കുടത്തിനകത്ത് കുറച്ച് കോയിൻസ് ഇട്ടിട്ട് അത് കെട്ടിയിട്ട് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നേർച്ച നേർന്നിരുന്നത്. അപ്പോൾ അതാണ് അവിടെ എന്നെയും കൊണ്ട് അവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണ ഷോപ്പിംഗ് എന്ന് പറയുമ്പം അത്രയും റിച്വസ് ആയിട്ടുള്ളൊരു കാര്യമായത് കാരണം നമ്മൾ ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ ബാക്കിയുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ലൈനിൽ ഒരു 2 hours നമുക്ക് നിൽക്കേണ്ടി വന്നു. പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു ദർശനമായി, ദൈവത്തിനെ കണ്ടു. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തൊരു 9:30 ആയപ്പോൾ ഇറങ്ങി. എന്നിട്ട് ചെന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ദെൻ വി ജസ്റ്റ് ലെഫ്റ്റ് ടു ദ റൂം. അപ്പോൾ അതായിരുന്നു day 1 of going to Kerala. I hope all of you have liked this vlog. Many more vlogs are coming up. Do like, share and subscribe to my channel.